എല്ലാരും ഇരുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചില്ല? ഇവിടുന്ന് ഫുഡ് തരുന്നല്ലായിരുന്നു? ആ, ഇവിടുന്ന് തരുന്നുണ്ടായിരുന്നല്ലോ. തികഞ്ഞില്ല? കുഴപ്പമില്ല. ഇനി തികയാത്തവരുണ്ടെങ്കിൽ അടുത്ത ദിവസം സാറ് വാങ്ങി തന്നോളാം കേട്ടോ, പറഞ്ഞാൽ മതിയേ. അപ്പൊ എല്ലാരും ഭക്ഷണം വയറൊക്കെ നിറച്ച് കഴിച്ചവരില്ലേ? ആ, ഓക്കെ. നമുക്ക് ഇപ്പൊ രാവിലെ തൊട്ടേ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒന്ന് സീറ്റ് മാറിയാലോ? എല്ലാരും ചടയിൽ എന്നിട്ട് സീറ്റ് നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളിപ്പോ സ്ഥലം മാറിയില്ല. ഒരു ആദ്യം ഇരുന്നിടത്തല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഒന്ന് സ്ഥലം മാറിയില്ലേ? അതേപോലെ നിങ്ങളുടെ വീട്ടുകാർ, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്നവരൊക്കെയാണ്. ഇപ്പൊ എന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാല്, എന്റെ വല്യപ്പനൊക്കെ കോട്ടയംകാരായിരുന്നു. അപ്പൊ അവിടുത്തെ ചില കാരണങ്ങൾ കൊണ്ട് അവര് മലബാറിലോട്ട് കുടിയേറി. അവരന്ന് തിരുവിതാംകൂറിലായിരുന്നു. നമ്മൾ കേരളത്തിൽ ആദ്യം മൂന്നായിട്ടായിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഇങ്ങനെ മൂന്നായിട്ടായിരുന്നു തരം തിരിച്ചിരുന്നത്, ഈ ജില്ലകളൊക്കെ ആക്കുന്നതിന് മുന്നേ. അപ്പൊ എന്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാര് ഇതുപോലെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലോട്ട് കുടിയേറി. അപ്പൊ അതേപോലെ ഓരോരോ കാലഘട്ടങ്ങളില് പല സാഹചര്യങ്ങൾ വരുമ്പോ ഇതുപോലെ എന്താണ് കുറെ കുടിയേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ മാത്രം അവസ്ഥയാണ്. അതേപോലെ തന്നെ എന്താണ് മറ്റു പല കാരണങ്ങൾ കൊണ്ട് കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാന്ദ്ര ഒരു 2-3 ഉത്തരം പറയും. ഓക്കെ, സാന്ദ്ര ഞാൻ പിന്നോട് ചോദിച്ചോളാം. നവിത പറയും, 2-3 കാരണങ്ങൾ അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഇരുന്നോളൂ. മറ്റാർക്കെങ്കിലും പറയാൻ അവസരമുണ്ട്, പറഞ്ഞോളൂ. പോലീസ് കേസോ? പോലീസ് കേസുള്ള ആരെങ്കിലും കുടിയേറോ? വായിച്ചോണ്ടല്ല അവിടുന്ന് വീടും എല്ലാം കൂടെ പോയിട്ട് വേറെ അത്. പക്ഷെ നമ്മള് കുടിയേറ്റം എന്ന് പറയില്ലല്ലോ. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെയാണ് നമ്മളിങ്ങനെ കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ പല തരത്തിലുള്ള പല വിധത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് കുടിയേറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ പല തരത്തില് പലവിധ കുടിയേറ്റങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ കുടിയേറ്റങ്ങളുണ്ടാകും. ഞാനൊരു ചിത്രം കാണിച്ചു തരാം നിങ്ങളെ. ഇതൊരു ആള് വരച്ചാണ്. ഇത് ഷെയർ ചെയ്തോ കേട്ടോ. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഷെയർ ചെയ്തോ, സമയം അറിയണ്ട. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പല തരത്തിലുള്ള പല വിധത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട്. അപ്പോ കുടിയേറ്റം പല വിധങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള എന്തൊക്കെ രാജ്യങ്ങളിൽ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവിടുത്തെ യുദ്ധങ്ങളെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു കുടിയേറ്റത്തിന്റെ ചിത്രമാണ് കണ്ടത്. അതേപോലെ പല തരത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.